നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു മഹത്വമാണ് ആദിമ മനുഷ്യനെ, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ ഇറക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഭൂമി, രാജ്യം അത് ഇന്ത്യയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു. അവരെക്കാൾ ഒരു പാരമ്പര്യം വേറെ ഒരാൾക്ക് പറയാനില്ല. അതുപോലെ ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു നൽകിയ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട മഹത്വമാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളെ അല്ലാഹു നമ്മുടെ രാജ്യത്തിന് ചക്രവർത്തിയായി, രാജാവായി, ആത്മീയ ഭരണകൂടത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായി പറഞ്ഞയച്ചു എന്നത്. അല്ലാഹു അവിടുത്തെ മദദ് നമുക്കെല്ലാം ദുനിയാവിലും ആഖിറത്തിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ത്യയിലെ വലിയുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ, അതുപോലെ ഗരീബ് നവാസ്, പാവങ്ങൾക്ക് സഹായിയായി, നിരാലംബരുടെ അത്താണിയായി, അതാഉർ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധിയായി അല്ലാഹു തആല നമ്മിലേക്ക് പറഞ്ഞയച്ച മഹാനരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവിടുത്തെ പരമ്പര എത്തിച്ചേരുമ്പോൾ 16ാമത് മുത്തുനബിയിലേക്ക് എത്തുന്ന, അഥവാ മുത്തുനബിയുടെ 15ാമത്തെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ. ഹിജറ 522 അതും ഒരു തിങ്കളാഴ്ചയിലാണ് അവിടുത്തെ ജനനം നടക്കുന്നത്. അതുപോലെ മഹാനവറുകളെ കുറിച്ച് ധാരാളം നമുക്ക് പറയാനുണ്ട്. അവിടുത്തെ ബാപ്പയും ഉമ്മയും അവിടുത്തെ പരമ്പരയിൽ, അവിടുത്തെ സന്താന പരമ്പരകളിൽ ധാരാളം മഹാന്മാരായ ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ നമുക്ക് ചരിത്രം പരതുമ്പോൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു അവിടുത്തെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. മക്കള് വഴികേടിലായതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്ന വാപ്പമാർ, ഉമ്മമാർ, മാതാപിതാക്കൾ നമ്മുടെ സദസ്സിൽ വെച്ച് ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അവരുടെ മക്കളെയും നമ്മുടെ മക്കളെയും നിസ്കാരമുള്ള, ദീനുള്ള, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളാക്കി വളർത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഖാജ തങ്ങളുടെ മദ്ഹുകൾ അവിടുത്തെ ഹളറത്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ധാരാളം മുഹിബ്ബീങ്ങൾ അവിടുത്തെ മദ്ഹ് വ്യത്യസ്തമായ രീതിയിൽ പാടി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഖവാലി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അജ്മീറിൽ ഖാജ തങ്ങളുടെ ഹളറത്തിൽ ഖവാലിയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കറക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുടെ സമീപത്തേക്ക് ഖാജ തങ്ങൾ ചെന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഉപദേശം ഖാജ തങ്ങൾ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു വലിയ മദ്ഹിന്റെ ഒരു വേദി ഒരുക്കി എന്നാണ്. ദഫുകൾ മുട്ടി നല്ല നല്ല ഈണത്തിൽ പാട്ടുപാടുന്ന, മദ്ഹ് പാടുന്ന ഖാജ തങ്ങൾക്ക് വരവേൽപ്പ് നടത്തുന്ന നല്ല പ്രൗഢമായ മജ്ലിസ് ഒരുക്കി. ആ മജ്ലിസ് ഇന്നും നമുക്ക് അജ്മീറിലും ഖാജ തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന എല്ലാ മജ്ലിസുകളിലും കാണാൻ കഴിയുകയാണ്. അല്ലാഹു അവിടുത്തെ ഹളറത്തിലേക്ക് നമ്മുടെ മജ്ലിസിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസിൽ ഈ മജ്ലിസിനെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെ വലിയ വരവേൽപ്പ് നടത്തി, സ്വീകരണം കൊടുത്ത്, മദ്ഹിന്റെ, ഇഷ്കിന്റെ
ആത്മീയമായ നിർവൃതിയുള്ള മജ്ലിസ് ഒരുക്കിയിട്ടാണ് ഖാജ തങ്ങളെ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ രാജ്യത്തിന്റെ അധികാരം നൽകി ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് നമുക്ക് ഖാജ തങ്ങളെ കുറിച്ച് പാടുന്ന ആ പാട്ടുകൾ, വരികൾ ആസ്വദിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ നിസാർ കുത്തുബിയും പ്രിയപ്പെട്ട സൽമാനുമെല്ലാം റൌഫ് അസ്ഹരിയാക്കോടൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിൽ മദ്ഹിന് നേതൃത്വം നൽകും. അള്ളാഹു